പുറത്തുനിന്നൊരു ടൂറിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കറിയാം നമ്മളതിൽ കാശുണ്ട്, അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എങ്ങനെയും വാങ്ങിക്കാം, കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടില്ല. 5 പേരും വന്നത് വ്യത്യസ്ത സ്ഥലങ്ങൾ, വ്യത്യസ്ത മെന്റാലിറ്റിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ചിലപ്പോൾ ഇവൻ ചെയ്യുന്നത് എനിക്ക് പറ്റൂല, ഞാൻ ചെയ്യുന്ന ചിലപ്പോൾ ഇവർക്ക് പറ്റൂല. അപ്പോൾ അതിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഞങ്ങൾ അൽഹംദുലില്ലാ ഈ ഒരു ടെറൈൻ ഡ്രൈവിന്റെ ഈ ഒരു ട്രിപ്പ് നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ വിജയിച്ചു. പ്രതീക്ഷയിലും ഉഷാറായിട്ട് ചെയ്തു. നമ്മൾ എന്തുണ്ടോ ഓപ്പൺ ഇപ്പൊ നിങ്ങളോട് എനിക്കൊരു വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഓപ്പൺ ആയി പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പുറം വിഷമം ഉണ്ടാവും. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സിൽ നിങ്ങൾക്ക് വിഷയം പോകും. എന്നോട് തുറന്ന് പറഞ്ഞല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചിലർക്ക് കുറച്ചൊക്കെ അറിയുന്നവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ നമ്മൾ നല്ല ഹെൽപ്പ് ചെയ്തു. വേറെ ഒരു സിവിലിയൻ ആള് വീട്ടിൽ പോയിട്ട് ആള് 2-3 പമ്പിൽ വന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കി. ലാസ്റ്റ് അയാൾ വീട്ടിൽ പോയിട്ട് അവരെ കാർഡ് കൊടുന്ന് വന്നിട്ട് ഞങ്ങൾ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫ്രീ ആയിട്ട് അവിടെ എന്താ പറയുക, ജീവിത സാഹചര്യങ്ങൾ, അവർ മറ്റെന്താ വെച്ചാൽ ഉപരോധത്തിന്റെ പേരിൽ ഒരുപാട് ഫൈനാൻഷ്യലി അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ചൂഷണം ചെയ്യുക, കുറച്ച് എന്തെങ്കിലും കാശ് അവർക്ക് കിട്ടും എന്നുള്ള ഒരു സംഭവമാണ്. കാരണം അവരെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈറ്റിങ്ങിലാണ്. അപ്പൊ പുറത്തുനിന്നൊരു ടൂറിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കറിയാം നമ്മളതിൽ കാശുണ്ട്, അപ്പൊ അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എങ്ങനെയും വാങ്ങിക്കാം, കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടില്ല. മൊത്തത്തിൽ അവിടെയും വലിയ കുഴപ്പങ്ങൾ ആരും ആളുകളൊക്കെ ഭയങ്കര മോസ്റ്റ് വെൽക്കം ആയിരുന്നു. വണ്ടി കാണുമ്പോൾ തന്നെ ആളുകൾ കൈയിട്ടിട്ടും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും മക്കളാണ് കൂടുതലും കണ്ടു. വണ്ടി അവിടെ ഇല്ല. ചൈനന്റെ വണ്ടി, അങ്ങനത്തെ ലോക്കൽ വണ്ടികളാണ് കാണുന്നത്. അവർക്ക് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേകത. ഇപ്പോൾ നിങ്ങൾ 5 പേരും വ്യത്യസ്ത തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ 2 പേര് ദുബായിലാണ്, ബാക്കി 3 പേരും ലണ്ടൻ ബേസ്ഡ് ചെയ്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ 5 പേര് എങ്ങനെയാണ് ഒരുമിച്ചത് എന്നുള്ളതൊന്ന്? അത് ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ടാസ്കും അത് തന്നെയാണ്. കാരണം 2 ആൾ UAE-ന്ന് പിന്നെ യൂറോപ്പിലെത്തിക്കുക, അവരെ കൊണ്ടുവരിക. 5 പേര് എന്ന് പറഞ്ഞാൽ യാത്രാ സംഘത്തിൽ ഓവർലോഡാണ്. പ്രത്യേകിച്ച് ഇത്ര ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, മാക്സിമം ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മളെ സ്വഭാവങ്ങളും വ്യത്യാസം വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ദുബായിൽ നിന്ന് ഇവരെ യൂറോപ്പിലെത്തിച്ച് ഞങ്ങളും കൂടെ കൂടി, ഞങ്ങളും അവരും കൂടെ ഒന്നിച്ച് നാട്ടിലെത്തി, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, പൈശാചികമായ പല പ്രശ്നങ്ങളും സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ വരും. നമ്മൾ അനാവശ്യമായിട്ട് ചൂടാവും, ഇന്നപ്രോപ്രിയേറ്റ് ജോക്ക് ഉണ്ടാവും, അനാവശ്യമായിട്ടുള്ള പിന്നെ സംസാരങ്ങൾ വരും, സ്വാഭാവികമാണ്. അത് ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ മൂഡിലായിരിക്കും. എല്ലാ സമയത്തും നമുക്ക് സ്വീകാര്യമായിക്കോളന്നില്ലല്ലോ. 5 പേര് ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം എന്താ വെച്ചാൽ 5 പേരും വന്നത് വ്യത്യസ്ത സ്ഥലങ്ങൾ, വ്യത്യസ്ത മെന്റാലിറ്റിയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ചിലപ്പോൾ ഇവൻ ചെയ്യുന്നത് എനിക്ക് പറ്റൂല, ഞാൻ ചെയ്യുന്ന ചിലപ്പോൾ ഇവർക്ക് പറ്റൂല. അപ്പൊ അതിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അത് തന്നെയാണ് ഈ യാത്രയിൽ നമ്മൾ ഫേസ് ചെയ്തത്. നമ്മൾ പിന്നെ 50 ദിവസം ഡ്രൈവ് ചെയ്തതോ അല്ലെങ്കിൽ ഈ പിന്നെ എന്താണ് ബാക്കി ജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ പ്രശ്നങ്ങളോ അല്ല നമ്മളെ ഈ യാത്രൻ്റെ ഇമ്പോർട്ടൻസ്. ഈ 5 പേര് ഇനിയും ഒരു യാത്രക്ക് റെഡിയാണ് എന്നുള്ള ആ യൂണിറ്റി, അത് ഭയങ്കര ഒരു ഇതാണ്. ഒരുപാട് നമ്മളെക്കാട്ടി സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ചെയ്യാം. എല്ലാവരും ഒരു റൂമിൽ അതുകൊണ്ട് ഞങ്ങൾ വന്ന ഇവിടുന്നാണെങ്കിൽ പലരും പല വീട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ അതായിരിക്കാം. ഒരു പക്ഷേ ഞങ്ങൾ പ്രവാസികളായതുകൊണ്ടായിരിക്കാം. എന്തായാലും നമ്മളെക്കാളും കൂടുതൽ എഴുത്തുകാരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ പൈസ കൊണ്ടും സമ്പത്ത് കൊണ്ടൊക്കെ വലിയ പിന്നെ സമൂഹത്തിലെ പ്രശസ്തിയുള്ള ആൾക്കാരൊക്കെ പോയിട്ട് സ്പ്ലിറ്റ് ചെയ്തതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. തെറ്റിപ്പിരിഞ്ഞുണ്ട്. ഞങ്ങളൊരു സാധാരണക്കാർ ഇത് കീപ്പ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ യാത്രയുടെ ഒരു വിജയം തന്നെ അത് തന്നെയാണ്. ഇനിയിപ്പോ എന്നിട്ട് നാട്ടിലെത്തിയാലും ഇപ്പൊ ജനങ്ങൾക്ക് പറയാൻ പറ്റും, ഓക്കെ അത് ജസ്റ്റ് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തതല്ല. ഇപ്പൊ ഇതുവരെയുള്ള 13-ാം തീയതി വന്ന് ഇന്നേ വരെയുള്ള യാത്രകളും ഇന്റർവ്യൂകളൊക്കെ ഞങ്ങൾ ഒന്നിച്ചുള്ളത്. ഒറ്റ ദിവസം മാത്രം സുബൈറിന് ഒരു സ്ഥലത്ത് മാത്രം പനി പിടിച്ചുകൊണ്ട് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒന്നിച്ചാണ്. ഇനിയിപ്പോൾ ആ യാത്രയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ ക്ഷമിച്ച് യാത്ര കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ 2ാമതൊരു മീറ്റപ്പിൽ ഉണ്ടാവില്ല ആള്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ പിന്നെന്താണ് നമ്മളെ ഹൃദയത്തിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ പിന്നെന്താണ് കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും 13-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 30-ാം തീയതി 17-ാമത്തെ ദിവസമാണ് നമ്മൾ യാത്ര കഴിഞ്ഞിട്ട്.
ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ഒന്നിച്ചാണുള്ളത്. അപ്പോൾ ഒരേ വണ്ടിയിൽ തന്നെയാണ് ഇന്നും അടുത്ത യാത്രയെ പറ്റിയിട്ടാണ് ഇനി പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഘടകം, നമുക്ക് പറ്റിയ ആൾക്കാർ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നമ്മൾ എത്ര ഒരുപാട് ദൂരം മുന്നിടണമെന്നില്ല. നമ്മളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ അതിൽ അത്യാവശ്യം വായിക്കുന്ന എഴുതുന്നൊക്കെ ആൾക്കാരാണ്. ഖലീൽ ജിബ്രാൻ എന്ന് പറഞ്ഞ ഭയങ്കര എഴുത്തുകാരുണ്ട്, ലബനീസ്, സിറിയയിൽ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള അയാളൊക്കെ ഒരു പ്രശസ്തമായ കോട്ടുണ്ട്, നമ്മൾ എത്ര ദൂരം പിന്നിട്ടു എന്നുള്ളതല്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ ഇല്ലയോ എന്നുള്ളത്, നമ്മളെ കയ്യിൽ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഇത് ഒരു ശ്രമങ്ങളാണ്. നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് വിജയിക്കണമെന്നില്ല, നമ്മൾ ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യുക ഒന്ന്, രണ്ടാമത് അതിന് നമ്മൾ ശ്രമം നടത്തി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അൽഹംദുലില്ലാ ഈ ഒരു ടെറൈൻ ഡ്രൈവിൻ്റെ ഈ ഒരു ട്രിപ്പ് നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ വിജയിച്ചു. പ്രതീക്ഷയിലും ഉഷാറായിട്ട് ചെയ്തു. കാരണം നമ്മളിപ്പോ ഏറ്റവും വലിയ കാര്യം നമ്മളിപ്പോ ഇവിടെ ഒന്നും ഇപ്പൊ നമുക്കൊരു സ്വീകരണം കിട്ടുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ഷണം കിട്ടുമോ എവിടെയും യാത്രയിൽ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ 3 പേര് UK ചെന്നാത്ത സമയം തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. 18 വർഷമായാലും ഇവര് ചെറുപ്പം മുതലുള്ള നാട്ടുകാർ. അങ്ങനെയാണ് ഇങ്ങനെ ഒരു 5 പേരുടെ മൊയ്തീന്റെ ത്രൂ ആണ് ഞങ്ങൾക്ക് ഇവരെ വരെ കിട്ടുന്നത്. പക്ഷെ ഞങ്ങൾ ഒരു 5-6 വർഷമായിട്ട് അറിയാം. 7 വർഷമായിട്ട് ഹുസൈൻ അറിയാം, പിന്നെ ഒരു 5-6 വർഷമായിട്ട് ഷാഫിഖാൻ അറിയാം. അതെ. അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പും നമ്മൾ ഒരേ മെന്റാലിറ്റിയിലും ഒരേ പിന്നെ കാഴ്ചപ്പാടുള്ള ആൾക്കാരായിട്ട് യാത്ര ചെയ്യുമ്പോൾ അത് ലോങ് ലാസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ നമ്മളും തന്നെ ഒരു കുറച്ചൊരു വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയിട്ട് അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, യാത്രയിൽ പ്രത്യേകിച്ച്. കാരണം യാത്ര ചെയ്യുമ്പോഴാണല്ലോ നമ്മളെ സ്വഭാവങ്ങളൊക്കെ കറക്റ്റ് പുറത്ത് വരിക. അപ്പോൾ അത് ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളുടെ അടിയിൽ ഇപ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് തോന്നിപ്പിക്കാം, മറ്റുള്ളവരെ ദേഷ്യമായിട്ട് തോന്നിപ്പിക്കാം, അതൊക്കെ ഒരു പൈശാചികമായിട്ടുള്ള ചിന്ത, ഓൻ അങ്ങനെ എന്ത് ചെയ്യണം, അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒക്കെ നമ്മൾ അവരോട് പറഞ്ഞ് ക്ലിയറാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോയി പറയുന്നത് മനസ്സിലാക്കണം. ഇപ്പോൾ അവർ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണം. നിന്നെ മുസ്തഫിനോട് പറഞ്ഞ മുസ്തഫ എനിക്ക് ഇഷ്ടമായില്ല, അത് പറഞ്ഞാൽ അപ്പത്തെ ഒരു വിഷയം ഉണ്ടാവുള്ളൂ. അവിടെ ഞങ്ങൾ ഇപ്പോൾ ഈവനിങ് എന്തെങ്കിലും ഒരു സംസാരം മോർണിംഗ് ഞങ്ങൾ എല്ലാം ഓക്കെ ആവുകയാണ്. അവിടെ വിഷയങ്ങൾ വരുന്നില്ല, വിഷയങ്ങൾ ഉണ്ടാവും. എന്തായാലും ഇപ്പൊ നമ്മള് ചിലപ്പോ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടില്ല, അത് അപ്പൊ തന്നെ ഓപ്പൺ ആക്കി പറയാം. നമ്മൾ ഉള്ളിൽ വെച്ച് നടന്നാല് അത് അവിടെ ഹേർട്ടായി പോകും. നമ്മൾ എന്തുണ്ടോ ഓപ്പൺ, ഇപ്പൊ നിങ്ങളോട് എനിക്കൊരു വിഷയം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയി പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പുറം വിഷമം ഉണ്ടാവും. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സിൽ നിങ്ങൾക്ക് വിഷയം പോകും. എന്നോട് തുറന്ന് പറഞ്ഞല്ലോ എന്നല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടോ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്താൽ അത് എല്ലാ മനുഷ്യരിലുള്ള ഇപ്പൊ നിങ്ങൾ 4-5 പേരുണ്ടാവും. ഇതിപ്പോ വിഷയങ്ങൾ പറഞ്ഞാല് ചിലപ്പം ഭക്ഷണം കഴിക്കാൻ നേരം വെക്കിയാൽ ചെറിയ ചെറിയ ഒരു പരിധിവരെ യാത്ര തടസ്സപ്പെടാൻ അത് മതി. അത് വലുതായാൽ മതി ആ ചെറിയ വിഷയം മനസ്സിൽ വെച്ചിട്ടൊരു. പിന്നീട് ഒരാളും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആ ഒരു കുറഞ്ഞ സമയത്തിന് ഉണ്ടാവുമ്പോ പിന്നെ എല്ലാവരും പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് യാത്ര എങ്ങനെയാണെന്നുള്ള അറിയില്ല. ആസ് എ മുസ്ലിം നമ്മൾ തുടങ്ങുന്ന മുതൽ അവസാനം വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഈ ഭാഗത്തിന്റെ ഭാഗമാണ്. എനിക്ക് കാശ് വേണ്ട, നിങ്ങൾ എന്റെ അതിഥിയാണ്, അതിഥികളെ കാശ് ഞങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. ഇതുപോലൊരു സ്ഥാപനം ഞങ്ങൾ ഈ 14 രാജ്യങ്ങളിൽ കവർ ചെയ്തിട്ട് നമുക്ക് കണ്ടില്ല. അത് ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു അല്ലേ? ഇങ്ങനത്തെ ഒരു ഇതിനുള്ളിലുണ്ട് മനസ്സിലായി. ഒരുപാട് ഞങ്ങൾക്ക് സ്വീകരണങ്ങളും ഒരുപാട് ആളുകളെ ഞങ്ങൾ വിളിച്ചു കാണുന്നു പറഞ്ഞു. അതൊക്കെ ഈ ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രം കിട്ടിയതാണ്. ഇവരെ കാണാനും നിങ്ങളിൽ എല്ലാവരും കാണാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയത് യാത്രയിൽ കൂടി മാത്രമാണ്.